പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം, കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ച് വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. അതുകൊണ്ട് തന്നെയാണ് ഈ വചനം വായിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ മാതാവിന് ക്രിസ്തുവിന്മേലുള്ള ഒരു ഇൻഫ്ലുവൻസ് വളരെ വ്യക്തമാണ്. അതായത് കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മാതാവ് യേശുവിനോട് പറയാണ്, സഹായിക്കണം ഇവരെ. അപ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ റെസ്പോൺസ്, അതിന് നമുക്കെന്താണ്? അത് അവരുടെ പ്രശ്നമല്ലേ? നമ്മൾ കല്യാണം കൂടാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ? അവരുടെ വീഞ്ഞ് കഴിഞ്ഞു പോയാൽ അത് അവരുടെ പ്രോബ്ലം അല്ലേ? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് യേശു അമ്മയോട് പറയാണ്, പരിശുദ്ധ മറിയത്തോട് പറയുകയാണ്. പക്ഷെ മറിയം യേശുവിൻ്റെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കുന്നില്ല. മറിയം പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. അപ്പോൾ ക്രിസ്തു അവരോട് അമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ ആ ഭരണിയിലൊക്കെ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് അത് ഏറ്റവും മേൽത്തരമായ വീഞ്ഞായി മാറ്റുന്നു. അപ്പൊ ഇവിടെ മാതാവിന് ക്രിസ്തുവിൻ്റെ മേലുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു അധികാരം എല്ലാ അമ്മമാർക്കും ഉള്ളതുപോലെ മാതാവിനും ക്രിസ്തുവിൻ്റെ മേൽ ഒരു ഇൻഫ്ലുവൻസ്, അതുപോലെ
ക്രിസ്തുവിന് പോലും മാതാവിനോടുള്ള ഒരു അനുസരണം, ബഹുമാനം. അപ്പം ഇത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ പണ്ട് ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് തൃശ്ശൂർ കുരിയച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോസ്റ്റലിലാണ്, സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ. അപ്പം അന്ന് അത് തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പം അവിടെ അന്ന് നടത്തുന്ന അച്ഛനുണ്ട്. അച്ഛൻ്റെ അമ്മയും ആ ഹോസ്റ്റലിൽ തന്നെ വേറെ എവിടെ താമസിക്കുന്നുണ്ട്. വളരെ വൃദ്ധയായ ഒരു സ്ത്രീ. അപ്പം ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ നല്ല അടി കിട്ടും. അച്ഛൻ പിള്ളേരെ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മ എവിടെ നിന്നെങ്കിലുമൊക്കെ ഓടി വന്ന് അച്ഛനെ ശകാരിക്കും. നീ ആ പിള്ളേരെ വെറുതെ വിടുക, അവരെ വട്ടം നിന്ന് കളയും, പിള്ളേരെ രക്ഷിക്കും. സ്വന്തം മകനെ എല്ലാവരും ആ അമ്മയ്ക്ക് മക്കളാണ്. ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാവരും ആ അമ്മയ്ക്ക് മക്കളാണ്. സ്വന്തം മകനെ അവരെ ശിക്ഷിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരമ്മ. ഇങ്ങനെയുള്ള ഒരു ഒരു മാതാവിനെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം എന്തൊക്കെയാണെങ്കിലും ദൈവത്തോട് നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നു. കർത്താവിനോട് നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നു. നമ്മളെ രക്ഷിക്കുന്ന ഒരമ്മ. നമ്മുടെ വിശ്വാസത്തെ, കർത്താവിലുള്ള വിശ്വാസത്തെയും അമ്മയോടുള്ള ബഹുമാനത്തെയും കൂടുതൽ വർദ്ധിപ്പിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.